പിന്നിടുന്നുള്ളൂ. അവശേഷിക്കുന്നത് 19 റൗണ്ടുകളിൽ 12 റൗണ്ടുകൾ അവശേഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോയാൽ അൻവർ 20,000-ൽ പരം വോട്ടുകൾ പിടിച്ചാലും അത്ഭുതമില്ല എന്നതാണ് ചിത്രം. പക്ഷേ അങ്ങനെ പിടിക്കണമെങ്കിൽ ഇടതു ശക്തി കേന്ദ്രങ്ങളിലും അൻവർ വോട്ട് ചോർത്തണം. ആ ചോർത്തുന്ന വോട്ട് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ഒരുപോലെ ചോർത്തിയാൽ ഒരുപക്ഷെ അത് ആരെ സ്വാധീനിക്കുക എന്ന് പറയുക വയ്യ. എന്നാൽ അത് UDF വോട്ടുകളാണ് കൂടുതൽ ചോർത്തുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ അല്പം കൂടി പ്രതീക്ഷ നൽകിയേക്കാം. 372 ഏഴാം റൗണ്ടിൽ കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാ ലീഡുകളിൽ നിന്ന് വലിയ കുറഞ്ഞൊരു ലീഡ് എടക്കരയിൽ കാലിടറിയിരിക്കുന്നു. അപ്പോൾ എടക്കരയിൽ വർക്കൗട്ട് ആയത് രാഷ്ട്രീയ വിഷയമാണ്. VV പ്രകാശ് എന്നുള്ള ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഗുണം ചെയ്തിരിക്കുന്നത്, കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് LDF-നല്ല, സ്വരാജിനല്ല, അത് PV അൻവറിന് തന്നെയാണ്. അപ്പോൾ VV പ്രകാശിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നടത്തിയ പ്രചാരണത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത് അൻവറിന് തന്നെയാണ്. എടക്കരയും അൻവറിനൊപ്പം കേവലം 6 റൗണ്ട് പിന്നിടുമ്പോഴാണ് അപർണ 8,961 വോട്ടുകൾ അൻവർ നേടിയിരിക്കുന്നത് എന്ന് ചേർത്ത് വെക്കണം. 8,961 വോട്ടുകൾ ഏറ്റവും സസ്പെൻസ് ഉള്ള ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. ഏറ്റവും സസ്പെൻസ് ഉള്ള ഘട്ടങ്ങൾ. കാരണം ഇത് നിലമ്പൂർ ആർക്ക് എന്ന് തീരുമാനിക്കാൻ പോകുന്ന പഞ്ചായത്തുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ശ്രദ്ധേയമായ പഞ്ചായത്തുകൾ അമരമ്പലം, ഒപ്പം നിലമ്പൂർ നഗരസഭ, കരുളായി. ഈ 3 ഇടങ്ങളിലുമാണ് ഇടതുമുന്നണിക്ക് പോത്തുകലിനപ്പുറം പ്രതീക്ഷയുള്ള ഇടങ്ങൾ. അവിടെ എന്തു സംഭവിക്കുന്നു എന്നതാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ നിർണായകമാകുന്നത്. ഒരുപക്ഷെ നിലമ്പൂർ ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന ഘട്ടങ്ങളാണ് നമുക്ക് മുന്നിൽ. കരുളായി അമരമ്പലം അവിടെ നിൽക്കട്ടെ, പക്ഷേ നിലമ്പൂർ നഗരസഭ അത് ഒരല്പം ആശങ്കയുണ്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം. 48 ബൂത്തുകളാണ് നിലമ്പൂർ നഗരസഭയിൽ മാത്രമുള്ളത്. ഒരുപക്ഷെ വഴിക്കടവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബൂത്തുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ നഗരസഭയാണ്. 48 ബൂത്തുകളുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള UDF-ന്റെ ഒരു പ്രതീക്ഷയുണ്ട്. അത് വർക്കൗട്ട് ആകുമോ എന്നുള്ളതാണ് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ കാണേണ്ട കാര്യമാണ് ഇനി. അത് 5123 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഇപ്പോൾ 8ാം റൗണ്ടിന്റെ ഫലസൂചനകളാണ് ഇനി പുറത്തു വരാനുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആ മണ്ഡലത്തിന്റെ കണക്ക് പരിശോധിച്ച കണക്കറിയാവുന്ന UDF പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ വലിയ ആവേശം തോന്നാറുണ്ട ഘട്ടമായിട്ടില്ല. കാരണം കണക്കുകൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത ഉണ്ടാവണമെങ്കിൽ വരുന്ന പഞ്ചായത്തുകൾ നിർണായകമാണ്. കൗണ്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് വലിയ മജോറിറ്റി നിലനിർത്തുകയും ഇടതുപക്ഷം ആ പഞ്ചായത്തുകൾ നേടുന്ന ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് കടന്നു വരികയും ചെയ്യുക. ഇതാണ് UDF-ന്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ 5156, 5123 എന്ന ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷം മതിയാകുമോ എന്ന ആശങ്ക ഉള്ള ചില UDF നേതാക്കളെങ്കിലും ഉണ്ട്. പക്ഷേ കണക്കുകൾ ഇപ്പോൾ അനുകൂലമാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇടതു ട്രെൻഡ് പഞ്ചായത്തുകൾ പ്രകടമായെങ്കിൽ മറ്റൊരവസ്ഥ ഉണ്ടായേക്കാമെന്ന ആശങ്ക അവർക്കുണ്ടായിരിക്കാം. UDF-ന് ഇനിയും ഉറ്റുനോക്കാൻ ചുങ്കത്തറ